അടൂരിൽ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ ഇല്ല എന്ന ഒരു വാർത്ത വരുന്നുണ്ട്. NSG അനുമതി നൽകാത്തതിനെ തുടർന്നാണ് റോഡ് ഷോ റദ്ദാക്കിയിരിക്കുന്നത് എന്നുള്ള വിവരം വരുന്നു. പ്രവീൺ പുരുഷോത്തമൻ നേരത്തെ റോഡ് ഷോയ്ക്ക് അപേക്ഷ നൽകിയിരുന്നു. റോഡ് ഷോ ഇപ്പോൾ അനുമതി നിഷേധിച്ചതിന്റെ കാരണം എന്താണ്? NSG അരുൺ, പത്തനംതിട്ട അടൂരിലേക്കാണ് ആദ്യം രാഹുൽ ഗാന്ധി എത്തുക. ഇന്നലെ തന്നെ കോൺഗ്രസ് നേതൃത്വം അവിടെ റോഡ് ഷോ നടത്തുന്നതിനുള്ള അനുമതി തേടിയിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് VVIP സുരക്ഷയുള്ള CRPF വിഭാഗം അനുമതി റോഡ് ഷോയ്ക്ക് നിഷേധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അടൂരിൽ വടക്കേടത്തുകാവിൽ അവിടെ ഹെലിപ്പാഡിൽ ഹെലികോപ്റ്ററിൽ ഇറങ്ങിയ ശേഷം നേരെ അടൂർ ടൗണിൽ സജ്ജീകരിച്ചിരിക്കുന്ന പൊതുയോഗ വേദിയിലേക്കായിരിക്കും രാഹുൽ ഗാന്ധി എത്തുക. അവിടെ 1 കിലോമീറ്റർ ദൂരെ വെച്ച് തന്നെ റോഡ് ഷോയ്ക്ക് അനുമതി വേണം എന്നായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിന്റെ അഭ്യർത്ഥന. പക്ഷേ VVIP ചുമതലയുള്ള CRPF വിഭാഗം അതിന് അനുമതി നൽകിയിട്ടില്ല. അതായത് അടൂരിൽ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ ഇല്ലായിരിക്കും. 11:45 രാഹുൽ ഗാന്ധി അടൂരിലേക്ക് എത്തും. അവിടെ പൊതുയോഗത്തിൽ പ്രസംഗിച്ച ശേഷം UDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചോദിച്ച ശേഷം 1 മണിയോടുകൂടി പത്തനംതിട്ടയിലേക്ക് എത്തും. ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ടയിൽ തയ്യാറാക്കിയിരിക്കുന്ന വേദിയിലാണ്. ഇവിടെ രാഹുൽ ഗാന്ധി എത്തുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പുരോഗമിച്ചിട്ടുണ്ട്. അടൂരിൽ നിന്നും 14 കിലോമീറ്റർ ദൂരം റോഡ് മാർഗം സഞ്ചരിച്ചായിരിക്കും പത്തനംതിട്ടയിലേക്ക് രാഹുൽ ഗാന്ധി എത്തുക. അതായത് റോഡ് ഷോ ആയിരിക്കില്ല എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. റോഡ് ഷോയ്ക്ക് അനുമതി കൊടുത്തിട്ടില്ല. പത്തനംതിട്ടയിൽ രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഇവിടെ 4 മണ്ഡലങ്ങളിലെ UDF സ്ഥാനാർത്ഥികൾ ഇവിടെ എത്തും. അവർക്ക് വേണ്ടി രാഹുൽ ഗാന്ധി വോട്ട് ചോദിക്കും. അടൂർ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിക്കായിട്ടായിരിക്കും രാഹുൽ ഗാന്ധി വോട്ട് ചോദിക്കുക. അവിടെയും എല്ലാ ക്രമീകരണങ്ങളും പുരോഗമിക്കുകയാണ്. കൃത്യം 12:15 തന്നെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം അടൂരിൽ ആരംഭിക്കും. അതിനുശേഷം 1:15 കൂടിയായിരിക്കും ഈ കാണുന്ന വേദിയിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം നടക്കുക. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മറ്റ് ഉന്നത കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും തന്നെ പത്തനംതിട്ടയിലേക്ക് എത്തുന്നുണ്ട്. പത്തനംതിട്ടയിലെ പരിപാടിക്ക് ശേഷം 1:15 പ്രസംഗിച്ച ശേഷം ഇവിടെ നിന്ന് നേരെ കോട്ടയത്തേക്കായിരിക്കും രാഹുൽ ഗാന്ധി മടങ്ങുക. അരുൺ.